എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അനുപമ ശ്രീനാഥ്. നമ്മളെ നാട്ടിൽ നല്ല മഴയാണ്, കർക്കിടക മാസമാണ്. അപ്പോൾ മഴക്കാലത്തെക്കുറിച്ചും മഴക്കാലത്ത് നമ്മളെ ശരീരത്തിൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാവുന്നതിനെക്കുറിച്ചും കർക്കിടക ചികിത്സയുടെ പ്രാധാന്യം എന്താണ്, ഈ ഒരു സമയത്ത് നമ്മളെ ജീവിതചര്യയിലും ആഹാരത്തിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നതിനൊക്കെ കുറിച്ചൊക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ചു. ആരോഗ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആയുർവേദത്തിൽ വളരെ പ്രാധാന്യത്തോടെ വിവരിച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഋതുചര്യയും ദിനചര്യയും. ഋതുചര്യ എന്ന് പറയുന്നത് ബേസിക്കലി നമുക്ക് 6 ഋതുക്കളുണ്ട്. ആ 6 ഋതുക്കളിലും ഓരോ ഋതുവിനനുസരിച്ച് നമ്മളെ ശരീരത്തിൽ പലവിധ മാറ്റങ്ങൾ വരുന്നുണ്ട്. ആ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മളെ ജീവിതചര്യയിലും ആഹാരത്തിലും ഒക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാലാണ് നമുക്ക് നമ്മളെ ഈ ശരീരം ഇതേപോലെ ആരോഗ്യം പരിപാലിച്ച് കൊണ്ടുപോകാൻ പറ്റുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഋതുചര്യയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ഈ സീസണിലേക്ക് വരാം. വർഷ ഋതു, റെയിനി സീസൺ. അപ്പോൾ ഈ ഒരു ചൂടുകാലം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വർഷ ഋതു വരുന്നത്. അപ്പോൾ ചൂടുകാലത്തിന്റെ അവസാനത്തിലും വർഷ ഋതുവിന്റെ ആദ്യകാലങ്ങളിലും പൊതുവെ ശരീരബലം കുറവായിരിക്കും. എന്നാൽ വർഷ ഋതുവിൽ പ്രത്യേകിച്ച് ശരീരബലവും നമ്മുടെ ദഹനശക്തിയും വളരെയധികം കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ത്രിദോഷ ശാമകങ്ങളായിട്ടും ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സീസണിൽ അനുവർത്തിച്ച് പോരേണ്ടുന്നത്. എന്തൊക്കെ ആഹാരങ്ങളാണ് നമ്മൾക്കിതിൽ, എന്തൊക്കെ ആഹാര ശീലങ്ങളാണ് നമുക്കിതിൽ കൊണ്ടുവരാൻ പറ്റുക? ആദ്യത്തേത്, നമ്മൾ ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഈ ഒരു സീസണിൽ ഒഴിവാക്കണം. ജങ്ക് ഫുഡ്സ് കഴിക്കുന്നതൊക്കെ പരമാവധി ഒഴിവാക്കുക. ദഹിക്കാൻ വളരെ എളുപ്പമുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ നെയ്യ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സമയമാണിത്. പിന്നെ ബാർലി, ഗോതമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ധാരാളം കഴിക്കാൻ പറ്റുന്ന ഒരു സീസണാണ് കർക്കിടക മാസം അല്ലെങ്കിൽ റെയിനി സീസൺ വരുന്നത്. ഇനി നമ്മുടെ പൂർവികർക്ക് ഇതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളെ മലയാളികളുടെ ഭക്ഷണത്തിന്റെ ഈ കർക്കിടക മാസത്തിലെ കർക്കിടക കഞ്ഞി, പത്തിലത്തോരനൊക്കെ നമ്മുടെ മലയാളികളുടെ ഭക്ഷണക്രമത്തിന്റെ ഭാഗമായിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് എന്താണ്? നമ്മൾ ദഹനശക്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ ശരീരബലം വർദ്ധിപ്പിക്കും, അതേപോലെ ദഹനശക്തി വർദ്ധിപ്പിക്കും. നമ്മൾ ഡൈജഷൻ ഇമ്പയർഡ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മളെ രോഗപ്രതിരോധ ശക്തിയൊക്കെ കൂടും. അത് ഈ ഒരു പകർച്ചവ്യാധികൾ ഒരുപാട് വരുന്ന ഒരു കാലമാണ് ഈ ഒരു റെയിനി സീസൺ. അപ്പോൾ നമ്മുടെ ബോഡി ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കേണ്ടതും കൂടെ നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാൻ ഇത് സഹായിക്കും. പിന്നെ അതുപോലെ ഈ പകർച്ചവ്യാധികളെ തടയാനും അതുവഴി നമുക്ക് സാധിക്കും. ഇനി ഇതിൽ ഒഴിവാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അത് നമ്മുടെ ജീവിതചര്യയുടെ ഭാഗമാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഈ സീസണിൽ പകലുറക്കം പാടില്ല. അപ്പോൾ പ്രത്യേകിച്ച് നല്ല മഴയാണ്, നമുക്ക് പോസ്റ്റ് മൂടി കിടന്ന് ഉറങ്ങാനൊക്കെ ഉള്ള ടെൻഡൻസി ഉണ്ടാവും. എങ്കിലും പകല് നമ്മൾ ഉറക്കം പാടില്ല. പകലുറക്കം പരമാവധി ഒഴിവാക്കുക. അതിന് കാരണം മറ്റൊന്നും അല്ല, ഇതൊരു ദഹനശക്തി കുറയ്ക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ ദഹനം വളരെ സ്ലോ ആക്കും. അത് പിന്നീട് മറ്റുള്ള അസുഖങ്ങളിലേക്ക് വഴിവെക്കുക നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ പകലുറക്കം പാടെ ഒഴിവാക്കുക. ഇനി കർക്കിടക ചികിത്സയെക്കുറിച്ചും കർക്കിടക ചികിത്സയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്നതിനെ കുറിച്ചൊക്കെ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് സംസാരിക്കാം. താങ്ക് യു.